പൊതു തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെട്ടെങ്കിലും സി പി എമ്മിന് കേരള നിയമസഭയിൽ ഇപ്പോൾ 26 അംഗങ്ങളാണുള്ളത്. കല്യാശ്ശേരിയിൽ നിന്ന് എം വിജിൻ 18,433 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിനുള്ളത്. അഴീക്കോട് നിന്ന് നേരിയ വോട്ടിനാണ് കെ വി സുമേഷ് 349 വോട്ടിനാണ് അദ്ദേഹം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത്. ധർമ്മടത്ത് പിണറായി വിജയൻ 19,247 ഭൂരിപക്ഷം വിജയനുണ്ട്. തലശ്ശേരിയിൽ കാരായി രാജനാണ് ജയിച്ചത്. അദ്ദേഹത്തിന് 20,523 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. മട്ടന്നൂരിൽ വി കെ സനോജിന് 14,168 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണുള്ളത്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ജയിച്ച ഏക സ്ഥാനാർത്ഥി പി എ മുഹമ്മദ് റിയാസാണ്. അദ്ദേഹത്തിന് 7,487 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണുള്ളത്. ഷൊർണൂരിൽ നിന്ന് പി മമ്മിക്കുട്ടിയും ഒറ്റപ്പാലത്ത് നിന്ന് കെ പ്രേംകുമാർ വീണ്ടും ജയിച്ചു. അദ്ദേഹത്തിന് 26,777 വോട്ടിൻ്റെ ഭൂരിപക്ഷം. മലമ്പുഴയിൽ എ പ്രഭാകരൻ്റെ ഭൂരിപക്ഷം 19,721 തരൂരിലെ സി പി എമ്മിൻ്റെ എം എൽ എ സുമോദാണ്. അദ്ദേഹത്തിന് 11,910 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണുള്ളത്. നെന്മാറയിൽ കെ പ്രേമനാണ് എം എൽ എ. അദ്ദേഹത്തിന് 3,305 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണുള്ളത്. ആലത്തൂരിൽ നിന്ന് ജയിച്ചത് ടി എം ശശിയാണ്. ശശിക്ക് 8,553 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. ചേലക്കരയിൽ യു ആർ പ്രദീപാണ് ജയിച്ചത്. അദ്ദേഹത്തിന് 29,386 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. കുന്നംകുളത്തെ എം എൽ എ മുൻ മന്ത്രി എ സി മൊയ്തീൻ തന്നെയാണ്. മൊയ്തീന് 4,563 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണുള്ളത്. ഗുരുവായൂരിലെ സി പി എമ്മിൻ്റെ എം എൽ എ എൻ കെ അക്ബറിന് 1,998 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണുള്ളത്. മണലൂരിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് ടി എൻ പ്രതാപിനെ തോൽപ്പിച്ച അദ്ദേഹത്തിന് 126 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണുള്ളത്. വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സി പി എമ്മിൻ്റെ എം എൽ എ. അദ്ദേഹത്തിന് 5,690 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണുള്ളത്. പുതുക്കാട്ടെ എം എൽ എ കെ കെ രാമചന്ദ്രനാണ്. രാമചന്ദ്രന് 2,853 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണുള്ളത്. മാവേലിക്കരയിലെ സി പി എം എം എൽ എ എം എസ് അരുൺകുമാർ തന്നെയാണ്. അരുൺകുമാറിന് 15,736 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. ചെങ്ങന്നൂരിൽ സജി ചെറിയാനാണ് വീണ്ടും എം എൽ എ ആയത്. സജി ചെറിയാൻ്റെ ഭൂരിപക്ഷം 10,292. കോന്നിയിൽ കെ യു ജനീഷ് കുമാർ വീണ്ടും ജയിച്ച എം എൽ എ ആയി. ജനീഷ് കുമാറിൻ്റെ ഭൂരിപക്ഷം 1,838. കൊട്ടാരക്കരയിലെ എം എൽ എ ധനമന്ത്രിയായിരുന്ന കെ എൻ ബാലഗോപാലാണ്. ബാലഗോപാലിന് 1,012 വോട്ടാണ് ഐഷ പോയിറ്റിക്ക് മേൽ ലഭിച്ചത്. വർക്കലയിൽ അഡ്വക്കേറ്റ് വി ജോയ് വീണ്ടും എം എൽ എ ആയി. അദ്ദേഹത്തിന് 2,050 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണുള്ളത്. ആറ്റിങ്ങിൽ നിന്ന് ഒ എസ് അംബിക വീണ്ടും ജയിച്ച എം എൽ എ ആയി. അംബികയ്ക്ക് 13,375 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണുള്ളത്. അരുവിക്കരയിൽ ജി സ്റ്റീഫൻ എം എൽ എ ആയി. സ്റ്റീഫന് 2,843 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണുള്ളത്. പാറശാലയിൽ നിന്ന് ജയിച്ചത് സി കെ ഹരീന്ദ്രനാണ്. ഹരീന്ദ്രന് 15,013 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണുള്ളത്.